കോടതി പറഞ്ഞ് ഇതുവരെ ആ വിധി ന്യായം സർക്കാർ വായിച്ചിട്ടുണ്ടോ? വളരെ വ്യക്തമല്ലേ? മോഷണം കൊണ്ടുപോകുമ്പം തന്നെ അറിയായിരുന്നു. സ്വർണം കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്നത് ചെമ്പായിരിക്കും എന്നറിയായിരുന്നു. അതുകൊണ്ടാണ് ചെമ്പ് കൊടുത്തയച്ചു എന്ന് മാസ്റ്റർ തയ്യാറാക്കിയത്. തൂക്കത്തിലെ വ്യത്യാസം പോലും അന്ന് പരിശോധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അപ്പം തന്നെ ഈ കളവ് വ്യക്തമാകുമായിരുന്നു. മോഷണത്തിന് കേസെടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. കള്ളൻ കപ്പലിൽ തന്നെ എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു. കട്ട വരെ രക്ഷിക്കാനുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം ശക്തമായ സമരമുഖങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. നിയമസഭയിൽ അത് സംബന്ധിച്ച് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക്, നിലപാടുകൾക്ക് ഉത്തരം പറയാൻ ഗവൺമെൻറ്റിന് സാധിച്ചില്ല. മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വകുപ്പ് മന്ത്രിയെ ഈ കുറ്റങ്ങളെല്ലാം ചെയ്ത നേതാക്കന്മാരെ ന്യായീകരിക്കുകയാണ്. ദേവസ്വം ബോർഡ് ചെയർമാൻമാർ പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ നോക്കിയാണ്. ജനങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. ഹൈക്കോടതിയുടെ വിധിന്യായം ഇംഗ്ലീഷിലാണെങ്കിൽ അത് മലയാളത്തിലെങ്കിലും വായിക്കാൻ ഞാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്. അതിനുത്തരം പറയാൻ ഗവൺമെൻറ്റിന് കഴിയില്ല. രാജിയല്ലാതെ, മന്ത്രിയുടെ രാജിയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. രാജി ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇതിപ്പോൾ CBI അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആദ്യത്തെ ആവശ്യം. എന്നാൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു SIT രൂപീകരിക്കുകയും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുകയും ചെയ്തു. അതിൽ UDF തൃപ്തരാണ്. അന്വേഷണം വളരെ സത്യസന്ധമായിട്ട് പോകണം. കോടതിയുടെ മേൽനോട്ടത്തിലാണ് എന്നത് തൃപ്തികരമാണ്. പക്ഷേ ആ മേൽനോട്ടം വഹിക്കുന്ന കേരള പോലീസിനെ ആഭ്യന്തര വകുപ്പ് എത്ര കണ്ട് സ്വതന്ത്രമാക്കുമെന്ന സംശയമുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ് പോലീസിലെ DGP-യും DIG-യും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാം. പോലീസ് അന്വേഷണത്തിൽ എത്രയോ പക്ഷപാതപരമായ നിലപാടാണ് എല്ലാ കാര്യത്തിലും കേരള ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. നമുക്ക് അജിത് കുമാറിൻ്റെ കേസ് വ്യക്തമല്ലേ? തിരുവനന്തപുരത്തെ കോടതി പറഞ്ഞില്ലേ, സംരക്ഷിക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും ഗവൺമെൻറ് സ്വീകരിച്ചല്ലോ. ഇക്കാര്യത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല. കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്രമായ, സുതാര്യമായ, നീതിപൂർവമായ, സത്യസന്ധമായ അന്വേഷണം തന്നെ വേണം.